മരിയേ അമല മനോജ്ഞേ, പാപികൾക്കാശ്രയമേ, കൃപയുടെ നിറവേ തായേ, എന്നും വരണേ തനയർക്കു തുണയായി. കൃപയുടെ നിറവേ തായേ, എന്നും വരണേ തനയർക്കു തുണയായി. ആവേ മരിയ, 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 ആവേ മരിയ. പരിശുദ്ധ മറിയം അമലോത്ഭവയാണ്. പരിശുദ്ധ മറിയം ദൈവമാതാവാണ്. പരിശുദ്ധ മറിയം നിത്യകന്യകയാണ്. പരിശുദ്ധ മറിയം സ്വർഗാരോപിതയാണ്. പരിശുദ്ധാത്മാവ് തിരുസഭയിലൂടെ വിശ്വാസ സത്യങ്ങളായി സഭാപ്രബോധനങ്ങളിലൂടെ നമ്മളിലേക്ക് പകർന്നു നൽകി. അതെ, പരിശുദ്ധ മറിയത്തിൻ്റെ മാഹാത്മ്യം വർണ്ണിച്ചു പാടുവാൻ, അമ്മയ്ക്ക് വിശേഷ വണക്കം നൽകി അമ്മയെ സ്നേഹിക്കുവാൻ കാർമൽ ഗീതം നമുക്കായി ഒരുങ്ങുമ്പോൾ ഈ കാർമൽ ഗീതങ്ങളിലൂടെ മരിയ സ്തുതികൾ നമുക്ക് ശ്രവിക്കാം. പ്രാർത്ഥനാപൂർവം നമുക്കും ചേർന്ന് പാടാം ആ സ്നേഹത്തിൻ്റെ മധുരഗീതകൾ, മരിയ സ്തുതി ഗീതകൾ. സഹായം തേടുന്നു ഞങ്ങൾ, നിത്യവിശുദ്ധയാം മേരി മാതേ. നിൻ പുത്രനീശോദൻ നിസ്തുല സ്നേഹം നിന്നിലേക്കെത്തുന്ന നേരമമ്മേ, നിത്യസഹായം തേടുന്നു ഞങ്ങൾ, നിത്യവിശുദ്ധയാം മേരി മാതേ. നിൻ പുത്രനീശോദൻ നിസ്തുല സ്നേഹം നിന്നിലേക്കെത്തുന്ന നേരമമ്മേ. ഞങ്ങളെ നൽകരുതേ മണ്ണിൽ സാത്താൻ്റെ സന്തതിയാക്കുവാനൊറ്റ നാളും. ഞങ്ങളെ നൽകരുതേ മണ്ണിൽ സാത്താൻ്റെ സന്തതിയാക്കുവാനൊറ്റ നാളും. ഞങ്ങളിന്നമ്മേ നിന്നുടെ മുന്നിൽ കിന്നരായി നിൽക്കുന്നു, കേണിടുന്നു. ഞങ്ങളിന്നമ്മേ നിന്നുടെ മുന്നിൽ കിന്നരായി നിൽക്കുന്നു, കേണിടുന്നു. നിത്യസഹായം തേടുന്നു
സ്നേഹം നിന്നിലേക്കെത്തുന്ന നേരമമ്മേ. ടോമിൻ മനോഹരമായ ഒരു ഗാനം, അമ്മയോടുള്ള ഒരു പ്രാർത്ഥനയായി ആ ഗാനം ഇവിടെ പാടി. ഇതിൻ്റെ ചരണം ഒന്നും കൂടെ ഒന്ന് പാടുമോ? ദുർബലരാണമ്മേ ദുർമോഹമേറെ ജീവിത വീഥിയിലേറിടുന്നു. ദുർബലരാണമ്മേ ദുർമോഹമേറെ ജീവിത വീഥിയിലേറിടുന്നു. നിത്യസഹായം ഏകണം ഞങ്ങൾക്ക്, നിത്യമാം ദീപവും ആയിടേണം. ടോമിൻ പരിശുദ്ധ അമ്മയുടെ നിത്യസഹായ അർത്ഥന നടത്തി. അമ്മേ കൂടെ ആയിരിക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു ഈ ഗാനം. മനോഹരമായി ടോമിൻ അത് പാടി. ചോദിക്കട്ടെ, പ്രാർത്ഥനാ വേളകളിൽ മാതാവിൻ്റെ ആ സ്നേഹസഹായം എങ്ങനെ അനുഭവമാകുന്നു? എപ്പോഴൊക്കെയാണ് പ്രാർത്ഥിക്കാറുള്ളത്? ഒന്ന് വിവരിക്കുക. എല്ലാ ദിവസവും വീട്ടിൽ കൊന്ത ചെല്ലാറുണ്ട്. അതാണ് പ്രധാനമായും മാതാവിനോടുള്ള പ്രാർത്ഥന. വ്യക്തിപരമായിട്ട്, അതായത് നമുക്ക് ഈ ജപമാല ചൊല്ലുന്ന വീട്ടിൽ ചൊല്ലുന്നതല്ലാതെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം എന്നുള്ള ആഗ്രഹമോ അല്ലെങ്കിൽ സ്വസ്ഥമായിരുന്ന വ്യക്തിപരമായുള്ള ഒരു പ്രാർത്ഥനാ സമയം കണ്ടെത്താറുണ്ടോ? വ്യക്തിപരമായി പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ഈ കൊന്ത ചെല്ലണം എന്നൊക്കെ ഉണ്ടെങ്കിലും അതിന് കഴിയാറില്ല. ഇതൊരു എല്ലാ യുവജനങ്ങളും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. മാതാവിനോട് സ്നേഹമൊക്കെ ഉണ്ട്, ജപമാല ചൊല്ലണമെന്ന് ആഗ്രഹമുണ്ട്. അത് യുവജനങ്ങൾ മാത്രമല്ല, മുതിർന്നവരായ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരവസ്ഥ കൂടി തന്നെയാണെന്ന് പറയേണ്ടതുണ്ട്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ പ്രാർത്ഥിക്കാൻ കഴിയാതെ പോകുന്ന ഉറക്കവും മയക്കവും ഒക്കെ ഏറെ അലട്ടുന്ന അനേക അനുഭവങ്ങൾ ഉണ്ട്. ഒരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ജപമാല പ്രാർത്ഥന വഴി വളരെ വലിയ കൃപയുടെ ഒഴുക്ക് നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുന്നുണ്ട്. ദൈവം തൻ്റെ പുത്രനെ വളർത്താൻ വേണ്ടി പരിശുദ്ധ മറിയത്തെയും വിശുദ്ധ യൗസേപ്പിതാവിനെയും ഫലമേൽപ്പിച്ചപ്പോൾ ആ അമ്മ തന്നെ ഈ കുഞ്ഞിനെ വളർത്തിയെടുക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഈ യൗസേപ്പിതാവും മാതാവും ആ കുഞ്ഞിനെ നന്മയിലും ജ്ഞാനത്തിലും സ്നേഹത്തിലും വളർത്തിയെടുത്തു. അപ്പോൾ നമ്മുടെ ബാലകൗമാര യൗവനം മുതിർന്ന ജീവിത വഴിത്താരയിലേക്കൊക്കെ ഈ പരിശുദ്ധ അമ്മ എന്നും ബലമാണ്. എന്നും കൃപ നിറഞ്ഞ ഈ അമ്മ നമ്മളിലേക്ക് കൃപ ചൊരിയും. അപ്പോൾ നിങ്ങളുടെ യുവത്വം അത് അനുഗ്രഹമായി മാറുവാൻ, അത് വിശുദ്ധമായി മാറുവാൻ, അത് ദൈവകൃപയുടെ നിറഞ്ഞ അനുഭവമായി മാറുവാൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കണം, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. സമയം കിട്ടുമ്പോഴൊക്കെ ടോമിൻ ഇത് വ്യക്തിപരമായി ജീവിതത്തിൽ അനുഭവമാക്കുമ്പോൾ ഞാൻ ഉറപ്പ് പറയുന്നു, പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിൽ നിന്നും വരപ്രസാദ പൂർണ്ണത മോൻ്റെ ഹൃദയത്തിലേക്ക് നിറയ്ക്കും. എല്ലാ യുവജനങ്ങളോടും ടോമിൻ്റെ ഈ അനുഭവം പങ്കിടുകയാണ്. പരിശുദ്ധ അമ്മ യുവത്വ വഴിയിൽ എപ്പോഴും കൂടെയുണ്ടെങ്കിൽ ജീവിതത്തിൽ വിശുദ്ധിയിലും ജ്ഞാനത്തിലും വിവേകത്തിലും സദ്ബുദ്ധിയിലും വളർന്നു വരുവാൻ നമുക്ക് ഏറെ സഹായമായി ഭവിക്കും. ആയതിനാൽ പരിശുദ്ധ അമ്മയിൽ ജീവിതം ചേർത്തുവെച്ച് അതുവഴി ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് ജീവിതം സമർപ്പിച്ച് നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പ്രവേശിക്കാം.
മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ. ആത്മാവിലെ അൾത്താരയിൽ പൊലിയാത്ത പൊൻപൂവല്ലോ. ആരോരുമില്ലാത്ത നേരങ്ങളിൽ കണ്ണീരു തൂവുന്ന യാമങ്ങളിൽ ഹൃദയം നിറവോടെ ഓർക്കും അമ്മേ കനിവുള്ള നിൻ സ്നേഹരൂപം. ഹൃദയം നിറവോടെ ഓർക്കും അമ്മേ കനിവുള്ള നിൻ സ്നേഹരൂപം. മരിയാമ്പികേ മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ. കൃപയാർന്ന നൽ പൂങ്കാവനമേ വ്രതമേറ്റവിൻ അടിയാട്ടി നീ. കൃപയാർന്ന നൽ പൂങ്കാവനമേ വ്രതമേറ്റവിൻ അടിയാട്ടി നീ. നൃപനേശുവിൻ പ്രിയനായി ഞാൻ ഇനി മാറുവാൻ തുണയേകണേ. മിഴിപൂത്തു നിൽപ്പൂ നിൻ മുന്നിൽ അമ്മേ തളിരിട്ട സ്വർഗീയ കൃപനേ. മിഴിപൂത്തു നിൽപ്പൂ നിൻ മുന്നിൽ അമ്മേ തളിരിട്ട സ്വർഗീയ കൃപനേ. മരിയാമ്പികേ മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ. വിൺമന്നതൻ പൊൻപാത്രമേ കൺമുന്നിലെ ഉഷതാരമേ. വിൺമന്നതൻ പൊൻപാത്രമേ കൺമുന്നിലെ ഉഷതാരമേ. കർത്താവിന് പ്രിയദാസിനി ഈ ദാസന് പ്രിയമാദനി. കൈകൂപ്പി നിൽപ്പൂ നിൻ മുന്നിൽ അമ്മേ തേൻ ചോരും സ്വർഗീയ കനി നീ. കൈകൂപ്പി നിൽപ്പൂ നിൻ മുന്നിൽ അമ്മേ തേൻ ചോരും സ്വർഗീയ കനി നീ. മരിയാമ്പികേ മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ. ആത്മാവിലെ അൾത്താ
ധാരയിൽ പൊലിയാത്ത പൊൻപൂവല്ലോ. ആരോരുമില്ലാത്ത നേരങ്ങളിൽ കണ്ണീരു തൂവുന്ന യാമങ്ങളിൽ ഹൃദയം നിറവോടെ ഓർക്കും അമ്മേ കനിവുള്ള നിൻ സ്നേഹരൂപം. ഹൃദയം നിറവോടെ ഓർക്കും അമ്മേ കനിവുള്ള നിൻ സ്നേഹരൂപം. മരിയാമ്പികേ മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ. മരിയാമ്പികേ അമ്മേ, എൻ്റെ മനതാരിൽ അമ്മ മായാത്ത മഴവില്ല് പോലെയാണ്. ഒരു സ്നേഹ അർപ്പണ ഗാനം നാം ശ്രവിച്ചു. നമ്മുടെ മനതാരിൽ പരിശുദ്ധ അമ്മ മായാത്ത, മങ്ങാത്ത, മറയാത്ത മഴവില്ലായി പ്രശോഭിക്കട്ടെ. മഴവില്ലിന് നിറങ്ങൾ 7. അമ്മയ്ക്ക് വേണ്ടിയുള്ള സ്നേഹസംഗീതത്തിന് സ്വരങ്ങൾ 7. അതെ, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ 7. ജ്ഞാനം, ബുദ്ധി, ആലോചന, ആത്മശക്തി, അറിവ്, ഭക്തി, ദൈവഭയം എല്ലാം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുക്കുവാൻ പരിശുദ്ധാത്മാവിൽ നിന്നും ഇത് പുണ്യപൂർണ്ണതയുടെ നിറവായി വാങ്ങിത്തരുവാൻ പരിശുദ്ധ അമ്മയുണ്ട്. അതെ, ജ്ഞാനം, ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമാണ് അമ്മ. ബുദ്ധി, സൽബുദ്ധിയുടെ മാതാവാണ് അമ്മ. ആലോചന, എപ്പോഴും ദൈവവുമായുള്ള ആലോചനയുടെ പൂർണ്ണതയായിരുന്നു അമ്മ. ആത്മശക്തി, കുരിശിൻ്റെ ചുവട്ടിൽ ആത്മശക്തിയോടെ ധൈര്യത്തോടെ നിന്നവൾ. അറിവ്, സർവ്വ അറിവും ദൈവത്തെക്കുറിച്ചായിരുന്നു അമ്മയ്ക്കുണ്ടായിരുന്നത്. ഭക്തി, ആത്മീയ ഭക്തിയുടെ പൂരിത പാത്രമായിരുന്നു അമ്മ. ദൈവഭയം, എപ്പോഴും ദൈവത്തെ ജീവിതത്തിൽ നിറച്ചവൾ. അങ്ങനെ അമ്മയോട് ചേർന്ന് നമുക്കും പുണ്യപൂർണ്ണതയിലേക്ക് മുന്നേറാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മാതാവേ, കൃപ നിറഞ്ഞ സ്വർലോകരാജ്ഞി, മനതാരിൽ മഴവില്ല് പോലെ തെളിഞ്ഞു നിൽക്കുന്ന വർണ്ണാഭമായ സ്നേഹസാന്നിധ്യമേ, അമ്മയെ ഞങ്ങൾ വണങ്ങുന്നു. അമ്മേ, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടി, അമ്മ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും നിറച്ചു നൽകുവാൻ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അങ്ങനെ ഞങ്ങളും ദൈവഹിതത്തിന് അനുരൂപരായി ജീവിക്കുവാൻ അമ്മ ഞങ്ങളെ പഠിപ്പിക്കണമേ. ആമേൻ.